പിടിച്ചേ ഫാമിലി കൊടുത്തുന്ന അരി ആകെ കൊടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്ന അവിടെ നമ്മുടെ അജ്മാൻ നോയ്മിയ 3 എന്നുള്ള സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. കാരണം ഈ കാണുന്ന എൻ്റെ വേക്കിൽ കാണുന്ന ആളുകളൊക്കെ പ്രവർത്തകരൊക്കെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങിയ ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് അഹോരാത്രം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ നമ്മുടെ മലയാളികളായിട്ടുള്ള ആളുകൾ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ വെറും മലയാളികൾ മാത്രമാണ്. അതും SKSF എന്ന് പറയുന്ന സംഘടനയുടെ വിക്കായ എന്ന ഒരു ടീമാണ് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവരോട് കൂടെ ഹെൽപ്പായിക്കൊണ്ട് മറ്റുള്ള പല ആളുകളും സന്നദ്ധ കാണിച്ചുകൊണ്ട് ഇവിടെ വന്നുകൊണ്ട് ചെയ്യുന്നുണ്ട്. അവരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കണ്ടു കഴിഞ്ഞാൽ ഇവർ ഇപ്പോൾ 4 ദിവസത്തോളമായി, 4-5 ദിവസം ആകാൻ പോകുന്നു. രാത്രി 11, 11:30, 12 മണി വരെയൊക്കെ രാത്രി ഇവർ എന്താക്കുകയാണ്, എല്ലാവിധ ഇവരുടെ സ്വന്തം ജോലിയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ടാണ് ഈ കെട്ടിക്കിടക്കുന്ന മലിനജലത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഒരു സേഫ്റ്റി ഇല്ലാതെ അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവർ ചെയ്തിട്ടില്ലെങ്കിൽ മറ്റൊരാളിത് ചെയ്യാൻ വേണ്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ വന്നപ്പം കാണുന്ന ഒരവസ്ഥ. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ കാണുന്ന ഈ ഫുഡും കാര്യങ്ങളൊക്കെ ഇവർക്ക് കൊടുക്കുന്നത് ആ കാണുന്ന ബിൽഡിങ്ങിലൊക്കെ, ആ ചുറ്റുവട്ടത്തൊക്കെ കുറേ ബിൽഡിങ്ങൊക്കെ കിടക്കുന്നുണ്ട്. ഏതാണ്ട് ഒരു 1.5-2 കിലോമീറ്റർ ചുറ്റളവിലൊക്കെ ഉള്ള ഈ ബിൽഡിങ്ങിലൊക്കെ താമസിക്കുന്ന ആളുകൾ ഒരു കുടിവെള്ളം പോലും കിട്ടാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മെയിനായിട്ട് ഇവർക്ക് വേണ്ടത് കുടിവെള്ളം, അതുപോലെ തന്നെ നിത്യോപയോഗ സാധനങ്ങളാണ്. അപ്പം ഇവിടെയുള്ള നമ്മളെ മലയാളികളൊക്കെ അടക്കമുള്ള മുതലാളിമാർ, കച്ചവടക്കാരൊക്കെയാണ് ഇവരുടെ എല്ലാവിധ സപ്പോർട്ടും ചെയ്തുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഇന്നിപ്പോൾ ജോലി ഇല്ലാത്ത ദിവസമായതുകൊണ്ട് കുറേ ആളുകൾ ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ട്, അതായത് സാധാരണക്കാരായിട്ടുള്ള ചെറുപ്പക്കാർ അവരൊക്കെ വന്നുകൊണ്ട് ഒരു സേഫ്റ്റി സംവിധാനങ്ങളും ഇല്ലാതെ എന്താക്കുകയാണ് ഇത് ചെയ്യാണ്. അപ്പം ഇതിന് ഇവിടുത്തെ ഗവൺമെൻറ് മാക്സിമം ഇവർക്ക് എന്താക്കുന്നുണ്ട്, മുഴുവൻ സപ്പോർട്ടും ഒക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ ഒരു അവസ്ഥ ഓർമ്മ വരുന്നത് നമ്മുടെ കൊറോണ ടൈമിനും ഇതുപോലെ തന്നെയാണ്. നമ്മുടെ മലയാളികളായിട്ടുള്ള ആളുകളാണ് ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് മുമ്പിട്ട് ഇറങ്ങിയിരുന്നു. ഏതാണ്ട് ലോകത്തിലെ നമ്മൾ കാണുന്ന ഭൂപടത്തിലെ എല്ലാ രാജ്യക്കാരും താമസിക്കുന്ന ഒരു കേന്ദ്രമാണ് UAE എന്ന് പറയുന്നതെങ്കിലും ഈ ഒരു സംഭവങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെ സഹായിക്കാനുള്ളത് നമ്മുടെ മലയാളികളായിട്ടുള്ള ആളുകൾ മാത്രമാണ്. അപ്പം ഇത് നമുക്കൊരു പാഠം കൂടിയാണ്. അപ്പം ഇനി ഇതിൻ്റെ വീഡിയോ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഈ വീഡിയോയിൽ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും, പിന്നെ ഇവരുടെ കോൺടാക്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട്. ആരെങ്കിലും സഹായിക്കാൻ മനസ്സുള്ള നല്ല ആളുകളുണ്ടെങ്കിൽ എന്താക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇനി ഇവരോട് കൂടാൻ ശാരീരികമായിട്ട് ഇവരെ സഹായിക്കാൻ കഴിയുന്ന ടീമുണ്ടെങ്കിൽ അത് ആ ഒരു സദുദ്യമത്തിൽ നിങ്ങളും പങ്കുചേരുക. ഇവിടെ ഇപ്പോൾ മഴക്കെടുതി കഴിഞ്ഞ് ദിവസം 5 കഴിഞ്ഞു. അൽഹംദുലില്ലാ, ഈ രാജ്യത്തിൻ്റെ ഗവൺമെൻറ് പുനരധിവാസത്തിന് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ചെയ്യുന്നുണ്ട്. വെള്ളക്കെട്ടുകൾ നീക്കാൻ അശ്രാന്ത പരിശ്രമമാണ് ഇവിടുത്തെ ഗവൺമെൻറ് ചെയ്യുന്നത്. ഒരു രാജ്യത്തിൻ്റെ പ്രയാസം നേരിടുമ്പോൾ അവിടുത്തെ അന്തേവാസികൾ എന്നതുപോലെ നമ്മളും അവരോടൊപ്പം ചേർന്നുകൊണ്ട് എല്ലാവിധ സഹായങ്ങളും ചെയ്യാനും ഇവിടുത്തെ വിക്കായുടെ പ്രവർത്തകർ കഴിഞ്ഞ 4 ദിവസമായി ഇവിടെ നോയ്മിയയിലെ ഈ വെള്ളക്കെട്ടിൻ്റെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് കെട്ടിടങ്ങൾ, അതായത് GMC ഹോസ്പിറ്റൽ മുതൽ ഇവിടെ സഫീർ മാൾ വരെയുള്ള ഏരിയയിൽ ആളുകൾക്ക് കടന്നു പോകാൻ പറ്റാത്ത രീതിയിലുള്ള വെള്ളക്കെട്ടുകളാണുള്ളത്. വാഹനങ്ങൾ പോലും കടന്നു പോകുക പ്രയാസമാണ്. അവിടെയാണ് നമ്മുടെ വിക്കായ പ്രവർത്തകർ ഇന്ന് വാഹനങ്ങൾ ഉപയോഗിച്ചും അതുപോലെ തന്നെ വാട്ടർ ബോട്ടുകൾ ഉപയോഗിച്ചുമൊക്കെ സാധനങ്ങൾ എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
കരണ്ടില്ലാത്ത വെള്ളമില്ലാത്ത കെട്ടിടങ്ങളിൽ ഉയരങ്ങളിലേക്ക് കടന്നു ചെന്ന് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സന്ദേശം കേട്ടുകൊണ്ട് വിക്കായ പ്രവർത്തകർക്ക് പ്രചോദനമായി ഒരുപാട് ആളുകൾ കടന്നു വരികയാണ്. അവിടങ്ങളിലൊക്കെ ഭക്ഷണങ്ങളും വെള്ളങ്ങളും അതുപോലെ തന്നെ നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെ പല വീടുകളിലും ശൂന്യമായി കഴിയുന്ന വേളയിലാണ് പലരും ചോദിക്കുമ്പോൾ എന്ത് കിട്ടിയില്ലെങ്കിലും കുടിവെള്ളം തരൂ എന്ന് പറയുന്ന രോദനമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രയാസകരമായ സാഹചര്യത്തിൽ എല്ലാം വെടിഞ്ഞുകൊണ്ട് സ്വന്തം വാഹനങ്ങളും ശരീരത്തിലെ അവസ്ഥകൾ പോലും മാനിക്കാതെ ഒരുപാട് ആളുകൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ. ഈ രാജ്യത്തിൻ്റെ പ്രതിസന്ധിയിൽ കൂടെ നിൽക്കാനും നമ്മുടെ സമൂഹത്തിലെ ഓരോരുത്തരെയും രക്ഷകരായി മാറാനും നമുക്ക് സാധ്യമാകണം. എല്ലാവരുടെയും ശ്രദ്ധ അജ്മാനിലെ നുഐമയിലെ ഈ പ്രദേശത്തുണ്ടാവണം. നമ്മുടെ നാടിനോടൊപ്പം ഈ നാടിൻ്റെ ഗവൺമെൻറ്റിനോടൊപ്പം കൂട്ടുനിന്ന് രക്ഷാപ്രവർത്തനത്തിൽ എല്ലാവരും ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പ്രിയമുള്ളവരെ, ഇവിടെ UAE-യിലുള്ള ഈ മഴക്കെടുതി മൂലം അജ്മാൻ നുഐമ ഏരിയയിൽ ഉള്ള ബിൽഡിങ്ങുകളും ആളുകളൊക്കെ വളരെയധികം ഈ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് കാരണം ഇപ്പോഴും അവർക്ക് ബിൽഡിങ്ങിൽ നിന്ന് പുറത്തിറങ്ങാനോ കടകളൊന്നും തുറന്നിട്ടില്ല, അടഞ്ഞു കിടക്കുകയാണ്. വളരെ ബുദ്ധിമുട്ട് ആളുകൾ. പക്ഷേ അജ്മാൻ ബഹുമാനപ്പെട്ട സെയ്ദ് ഷുഹൈബ് തങ്ങളുടെ നേതൃത്വത്തിൽ വിക്കായൻ്റെ ടീം 3-4 ദിവസമായിട്ട് രാപ്പകലില്ലാതെ രാത്രി 1 മണി മുതൽ 2 മണി വരെ ഓരോ ദിവസവും ഇവിടെ അശ്രാന്തം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടവില്ലാതെ പല ആളുകളും നിസ്വാർത്ഥരായ സേവകരുടെ പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ് പല ആളുകളും ഇവർക്ക് വെള്ളം, അതുപോലെ തന്നെ കുബൂസ്, ഫ്രൂട്ട്സ്, മറ്റ് ഭക്ഷണ സാധനങ്ങളൊക്കെ വളരെയധികം പല ആളുകളും പല ദിക്കുകളിൽ നിന്നും എത്തിച്ചുകൊണ്ടിരിക്കുന്നു, സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ സേവനം ചെയ്യുന്ന ആളുടെ ആരോഗ്യത്തിനും അവരുടെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും നീങ്ങാൻ വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. ഈ കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും ഇവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. അല്ലാഹു ഇതുപോലുള്ള ബലാമുസ്ലിങ്ങൾ തൊട്ട് നമ്മളെല്ലാവരും കാത്തുരക്ഷിക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും. നമ്മൾ ദുബായിൽ നിന്ന് വന്നതാണ്. ഇവിടെ ദുബായ് വിക്കായ ടീമാണ്. ഇവിടെ അജ്മാനിൽ വെള്ളം കെട്ടും പ്രളയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിട്ട് വന്നതാണ്. ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ നമ്മൾ മലയാളീസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ ഈ സജീവ പ്രവർത്തകർ. മറ്റൊരാളും ഇവിടെ കാണാൻ കഴിയുന്നില്ല. പക്ഷേ ദുബായിലും ഷാർജയിലും ഒക്കെ ഞങ്ങൾ പോയി നോക്കുമ്പോൾ അവിടെ എല്ലായിടത്തും ഇവർ പല ആൾക്കാരുമുണ്ട്. പക്ഷെ ഇവിടെ മാത്രം അജ്മാനിൽ വന്ന് നോക്കുമ്പോൾ ഇവിടെ മാത്രം കാണുന്നില്ല. അൽഹംദുലില്ലാഹ് ഇവിടെ നമ്മളെ അജ്മാൻ വിക്കായയും KMC ഒക്കെയും സജീവമായാണ്. വിക്കായ സജീവമാണ്. ഇവിടെ പലയിടത്തും പോയി നോക്കുമ്പോൾ പല ആൾക്കാർക്കും ഭക്ഷണമില്ല, മരുന്നില്ല, ഒന്നുമില്ല എന്ന് പലരും പല വിഷമത്തിലാണ് കഴിയുന്നത്. അവിടെ എല്ലാം നമ്മൾ ചേറി ചെല്ലുമ്പോൾ അൽഹംദുലില്ലാഹ് എന്നുള്ള വാക്കുകളാണ്. ഒട്ടുമിക്ക അറബികളും മിസ്രികൾ അങ്ങനെ പല രാജ്യക്കാരുമുണ്ട്. അവരെല്ലാവരും നമ്മളോട് ചോദിക്കാൻ പൈസ വേണോ? നമ്മൾ പൈസ അല്ല വേണ്ടത്, ഞങ്ങൾക്ക് ദുആ ആണ് വേണ്ടത്. ഞങ്ങളുടെ സജീവ പ്രവർത്തനത്തിന് നിങ്ങളുടെ ദുആ ആണ് വേണ്ടത്. അൽഹംദുലില്ലാഹ് ഞങ്ങൾക്ക് അതാണ് ഞങ്ങളെ മുതൽക്കൂട്ടും. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രം പറയുന്നു. ഇതൊക്കെ ഓരോ കുടുങ്ങിയ വണ്ടി കയറ്റിക്കൊണ്ടാൻ വേണ്ടിയിട്ടുള്ള വണ്ടികൾ പോവാട്ടോ. ഇതാക്കണ് അടുത്ത ഫുഡ് നിറച്ചിട്ട് ഈ ഒരു വണ്ടി ഇത് ഉള്ളിൽ വെള്ളത്തിൽ കയറി കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ ഇവരങ്ങോട്ട് കടത്തി വിടുക കേട്ടോ. അപ്പോൾ സ്വന്തം റിസ്കിൽ ചെയ്യുന്ന ഓരോ പ്രവർത്തനമാണ്. കാരണം ഒരു 4 ദിവസമായി രാത്രിയോ പകലോ എന്ന് വ്യത്യാസമില്ലാതെ രാത്രി 11-11:30 ടൈമിനൊക്കെ ഇവർ കണ്ണ് കാണാതെ ഇങ്ങനെയുള്ള ഈ സേവനങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു. ഓരോ മനുഷ്യ സ്നേഹികൾ അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ എത്തിച്ചു കൊടുക്കണം. ഈ ഒരു അവസ്ഥ കാണുമ്പോൾ നമ്മൾ ആ 2018-19 നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ആ വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു സാഹചര്യം, ആ ഒരു അവസ്ഥ നമുക്ക് വളരെയധികം ഫീൽ ചെയ്യുന്നുണ്ട്. അത് കാണുന്നുണ്ടല്ലോ. അപ്പോൾ അടുത്ത വണ്ടി വന്ന് ഇത് ഫുഡ് നിറച്ച് കൊണ്ടുപോയി തിരിച്ചു വരിക കേട്ടോ.